ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ തന്നെ ഫുള്ള് ഗ്യാസൊക്കെ അടിച്ചിട്ട് ജെൽസിൽ കഴിക്കാം. വിചാരിക്കും ജലൂസിൽ ഇന്ന സമയം കൊണ്ട് വീട് തൂക്കാം. ഈ ചുമന്ന മീൻകറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടടിച്ചോ? വെളിപ്പുരട്ടി വെക്കാൻ പോവാണ് ഗൈസ്. എല്ലാം ഇട്ട് സെറ്റാക്കിയപ്പോഴാണ് ഞാനതിൽ സവാള ഇട്ടിട്ട് ഞാൻ ഓർത്തില്ല, അമ്മ ഓർത്തു. പിന്നെ ഞാൻ വീണ്ടും രണ്ടാമത് അരിഞ്ഞിട്ടേ പാടക്കത് ഈ എണ്ണ പെട്ടെന്ന് വഴറ്റിയെടുക്കുക. പാടക്ക റെഡിയായി ഗൈസ്. അവരൊരു കാർ കാണാൻ വേണ്ടി പോയി. ഞാനും അവനും കൂടി ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്, അവന് പോകണം. പിന്നെ അമ്മച്ചിയുടെ വീട്ടിൽ പോകണം, പക്ഷെ അവൻ വരുമോയെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പഴം പുഴുങ്ങിയതുകൊണ്ട് അവന് നാളെ അവന് ഇന്ന് രാവിലെ ഇടിയപ്പവും സോയാബീനും തന്നെ കൊടുത്തു. പുട്ട് റെഡിയായി. പുട്ട് ഞാനും അമ്മയും കൂടെ പുട്ട് വയ്ക്കും. ഇപ്പം ഞാൻ ഒരുങ്ങിയൊരു കല്യാണത്തിന് പോവാണ്. Wait for me അടിക്കും. Guys, this is our new car. എവിടെയായിരുന്നു തട്ടിയതടാ? പുതിയ അലോയൊക്കെ ഇട്ട് ഗൈസ്. അതാണ് ഗൈസ്. ലിപ്സ്റ്റിക് ആയതുണ്ടോ ഗൈസ്? സുഖമാണോ? സുന്ദരിയാണല്ലോ. സത്യമാണോ ഗൈസ്? അല്ല ഗൈസ്, ഞാൻ പെട്ടെന്ന് പ്രസവിച്ച് ഇത്രയും വലിയ കുഞ്ഞായി. ഇത് രണ്ടാമത്തെ. ഇത് മൂത്തത്. ആ മൂത്തത്. ഇത് ഏറ്റവും മൂത്തത്. ഞാൻ ഏറ്റവും മൂത്തത്. ഇതൊക്കെ എന്റെ കൊച്ചുമക്കളാ. മുഖം കാലത്ത് ഇതെന്റെ മകളുടെ ഭാര്യയാണോ? ഈ ബലൂൺ എനിക്ക് പുതിയത് കിട്ടിയതാണോ? നിനക്ക് ഇത്ര ഇളക്കം? പെണ്ണുങ്ങളെ കാണുമ്പോ ഇത് ലിപ്സ്റ്റിക് ഇളക്കി കളഞ്ഞ്. ബാ പോവാ. ഓ നീ നമ്മളെല്ലാം ബ്ലാക്ക് ആണല്ലോടെ. ചേട്ടാ ഒരു ലിഫ്റ്റ് തരുവോ? നീ അല്ലേ തിന്നേ, നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്. ഗ്യാപ്പ് ഉണ്ടോ? മുടി മുടി നല്ല രസം. ഇതിന് കണ്ണെഴുതിയാ കൊളവാക്കുന്നേ പന്നൊക്കെ. അയ്യേ, ഞാൻ എഴുതത്തില്ല. ഒന്നൂടെ ഓ എഡിറ്റും ചെയ്യണം. ഇതൊരു പാടാന്ന് പറയണേ. ഇത് നിന്റെ വണ്ടിയുടെ ടയറാണോ? ഇത് ശ്വാസം മുട്ടലിന്റെയാ? എടാ ഈ ഉടുപ്പ് സച്ചുവിന്റെ ഇല്ലേടാ? മിക്കി മൗസ്. ഇതെന്താ ഓരോരുത്തർ ഓരോ സൈഡ്? അതെന്താ? ഒളിക്ക് പോയി.
ആ എന്താടാ ഫോണോ? ഈ ഓഡിയോ ഒക്കെ വേണം. ഈ ഓഡിയോ ഒക്കെ വേണം. അതൊക്കെ ഞാൻ മാറ്റും. ഇടയ്ക്ക് ഇല്ല ഓടിക്കാത്ത ഞാൻ ഇങ്ങനല്ലേ പഠിക്കുന്നേ. ഓടിക്കുന്നതല്ല, അത് അവിടെ നിന്ന് വണ്ടി വരുന്നതാണോ? കണ്ടോ കണ്ടോ പോകുന്നത്? അവിടെ വണ്ടി വന്നോട്ട് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടാ പോകുന്നത്. കണ്ടോ കൺട്രോളിൽ പോകുന്നുണ്ടോ? കൺട്രോളായിട്ട് പോകുന്നുണ്ടോ? അങ്ങനെ പോകേണ്ടത് അങ്ങനെയാ പോകുന്നത്. അങ്ങനെ അത് മീൻ കൊണ്ട് വരുന്ന എത്ര മണിക്കൂറുണ്ട്? ഒന്നും മിണ്ടണ്ട. അതിന് കൂടെ കുഴപ്പമില്ല, കയറി പോകാൻ പറ്റും. കുഴപ്പമില്ല, ബസ് വരുന്നുണ്ട്. നമുക്ക് ചുമ്മാ പോയിട്ട് വരാം. എപ്പോഴും വീട്ടിൽ ഇരിക്കുമല്ലേ? എന്ത് പ്രശ്നം നമുക്ക് നല്ല ബലത്തെ വണ്ടിയാണ്. അതും ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തടി കയറ്റിട്ടുണ്ട്, വിറവ് കയറ്റിട്ടുണ്ട്, താറാവിനെ കയറ്റിട്ടുണ്ട്. അമ്മച്ചിയുടെ അവിടെ വന്നു വന്നു. അയ്യോ കൈയടിച്ചു. എവിടുന്ന് കിട്ടി? ആ എവിടുന്ന്? ചെറിയ ചെറിയ കടകളിലൊക്കെ ഉണ്ടോ നാരങ്ങ മുട്ടായി? രണ്ടെണ്ണം കൂടെ 3 പേരുടെ വെയിറ്റ് ഉണ്ട്. 3അല്ല 4 പേരുടെ ഉണ്ടാവും. ആ റോഡ് കണ്ട് നീ പതുക്കെ പോണം, ഇല്ലെങ്കിൽ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിൽ വന്നു. ഫുൾ മൂൺ. ഞാൻ എൻ്റെ വീഡിയോ എടുക്കട്ടെ. ബൈ. ഫുൾ മൂൺ വന്നു ഗൈസ്. ഫുൾ മൂൺ. അവൻ ഈ വീട്ടിൽ കയറുമ്പോഴേ കരച്ചില്ല. ടപ്പ് കൊട്ട് താമര കയ്യിൽ തപ്പ് കൊട്ട്. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? തീർക്കാൻ നോക്കുക എങ്ങനെയെങ്കിലും ഇതൊക്കെ.
ഗൈസ്, ഇത് സിക്കിയുടെ കലാവിരുതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡെമോഗ്രാഫിക്സ്. അപ്പൊ ഭയങ്കര എസ്തെറ്റിക് ആയിട്ടൊക്കെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എന്തുവാടെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ കൊറേ. ഈ പേപ്പർ വല്ലതും വേസ്റ്റ് ആയല്ലേ? ഇതിനകത്ത് പടം ഒട്ടിക്കണം. വാവ്. ഫോട്ടോ വെക്കേഷൻ നെക്സ്റ്റ് എസ്തെറ്റിക് ലെവൽ. ഏത് പ്രേതത്തിന്റെയാ? ഇതെല്ലാം ഒരുമിച്ച് ചെയ്യണോ? ഇംഗ്ലീഷിന്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, കൊള്ളാം കൊള്ളാം. ഓക്കെ ഗൈസ്, ഓറഞ്ച്, പൈനാപ്പിൾ, ഇല്ല ഇത് പൈനാപ്പിള്, മാംഗോ, ഓറഞ്ച്, ബനാന, ലൈം. അതിന് ഉത്തരവാദി ഇതോ അവന്റെ കയ്യിൽ കിടന്നല്ല, അവളുടെ കയ്യിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഉത്തരവാദി. ഈ പ്രാന്തൻ 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 പ്രാന്തൻ. അസുഖമുള്ള കുട്ടിയാണ് ഗൈസ്, അസുഖമുള്ള കുട്ടി. അവന്റെ സംഭവം കാണിച്ചു തരാവേ. അവന്റെ ഇത് ഒപ്പി എടുക്കണേ. നോക്കി, ഇതാരാ? നോക്കി, ഇതാരാ? Who is this bloody rascal? അവനെ കണ്ടിട്ട് അവനെ എടാ ഇതാരാ മക്കളെ? ഞാനെന്ത് സുന്ദരനാ. ഞാൻ ഇത്ര സുന്ദരനായിരുന്നു. അവനേതാ? ഉമ്മ കൊടുക്ക്. ഇഷ്ടപ്പെട്ടു? ഈ കുഞ്ഞിനെ വേണോ? കുഞ്ഞിനെ വേണം. ഇവിടെ ഇപ്പോൾ നീ തന്നെയാ ഇത്. ഇവനെ എനിക്ക് ക്രഷായി. ഓ ചുറ്റുമണി, ചുറ്റുമണിയാണോ? കാണണം നിങ്ങള് ഗായ്സ്. ഇതാണ് കാണണ്ടേ ഗായ്സ്, ഒരു കൊച്ചു കുഞ്ഞിനെ കാണുന്നത് ഗായ്സ്. ചിങ്കാടി ചുണ്ണാണി ബാ. ഇന്നത്തെ ഗൈസ്, ഗുഡ് നൈറ്റ് ഗൈസ്. സബ്സ്ക്രൈബേഴ്സിന് ഉമ്മോട്. ഉമ്മ എനിക്ക് നാണം വന്ന, ഹലോ ഗായ്സ്, അച്ഛൻ്റെ ബാക്കിൽ കൂടെ പോക പോകുന്നു ഗായ്സ്. ഗൈസ് അതാണ് അവൻ്റെ പുക. വാവ് വാവ്, അപ്പി പോന്ന പോലെ ഉണ്ട്. കൊള്ളാടാ, നീ ഒരു അപ്പി തന്നെ. നല്ല എന്തോ മീൻകറിയും കാച്ചിലും എന്തോ സാധനവും മുളകും. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല. അതാണോ ടേസ്റ്റ്? എടാ അത് മതിയായിരുന്നടാ, അതാ ടേസ്റ്റ് കൂടുതല്. ആ ചീസ് മൊത്തം അവനങ്ങ് തിന്ന്. ഓ ഓ ഓ, ആ ചെറി മാത്രം എടുക്കൽ. നിനക്ക് ചെറി കിട്ടിയതല്ലേ? അണ്ടനെ കൊണ്ടുവിടാൻ പോവാണ് ഗായ്സ്. എവിടെ? പാവ എന്റെ സച്ചു നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ബസ്സിൽ കയറിപ്പോയി. അത് മതിയായിരുന്നു, പിന്നെ 2 വട്ടം പെട്രോൾ അടിക്കണ്ടല്ലോ എന്ന് പറഞ്ഞ അവൻ കയറിപ്പോയതാ. ഓക്കെ ബൈ. നീ എന്നാ ഇറങ്ങി നിക്ക് കുറച്ച്. നല്ല റോഡ്, ഒരു വെട്ടവും ഇല്ല. ഞങ്ങളുടെ വീടാന്ന് വിചാരിച്ചിട്ടായിരിക്കും ഗൈസ് ഇപ്പോഴും ഞങ്ങളുടെ ഫോട്ടോ ഇടുന്നു. ഞങ്ങളുടെ വിരുന്നിന് വന്നപ്പോൾ വെച്ച പോസ്റ്ററാണ്. എന്തായാലും ഗൈസ് കുറെ ഗ്യാപ്പ് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്.
ഫുള്ള് തിരക്കായിപ്പോയി. ഇന്നലെ സച്ചു മംഗലാപുരം പോയായിരുന്നു. അപ്പോൾ അവനിന്ന് എത്തി. ഇന്ന് വൈകിട്ട് തിരിച്ച് കയറും. പിന്നെ ആഷിക്കൊക്കെ വന്ന് അങ്ങനെ അവനെ കൊണ്ടുവിടാനൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇന്ന് രാവിലെ തൊട്ട് ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുള്ള് തിരക്കായിപ്പോയി. ഇതുവരെ കുളിച്ചില്ല, കുളിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പത്തനംതിട്ട പോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ വീണ്ടും സച്ചുവിനെ വിളിക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ട് പിന്നെ പോയിട്ട് പിന്നെയും വരല് നടക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ച് ഇവിടെ തന്നെ നിൽക്കാൻ, വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് പെട്രോൾ അടിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, ഒരിടത്ത് നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ കാക്കുവിനോട് ചോദിച്ചപ്പോൾ കാക്കു പറഞ്ഞു ഓക്കെ ഞാൻ സൺഡേ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, എന്നിട്ട് അവനവിടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. നല്ല വിശപ്പുണ്ട്, രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാനിപ്പം അവനെ വണ്ടി ശരിയാക്കാൻ കൊടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അടൂർ പോയപ്പോഴത്തേക്ക് വടാപ്പാവും പാനിപ്പൂരിയും ഒക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ കൊതി വന്നു. ഞാൻ അത് പോയി കഴിച്ചാലോ എന്ന് വിചാരിക്കും. നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഈ വ്ലോഗ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ അവസാനിപ്പിക്കും. ഓക്കെ, ബൈ. ഹായ് ഗായ്സ്, സെലിബ്രിറ്റി കണ്ടു മോനെ. അത് ഞാനല്ലേ. സെയിം എക്സ്പ്രഷൻ മാറ്റി. ഓ സെലിബ്രിറ്റി അതിന്റെ ജാട. ഒരു ഉമ്മ തരുമോ? ഇല്ലല്ലോ. ടാറ്റാ ഗൈസ്. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഒരു 5:30 ആയി ഗായ്സ്. സച്ചു റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി പോവാണ്. ജാക്കറ്റ് തണുപ്പായത് കാരണം തന്നെ കെട്ടിയൊരു ടീഷർട്ടാണ്. ഓക്കെ, നമുക്ക് പോയി അവനെ വിളിച്ചുകൊണ്ട് വരാം. ബൈ. ഒരു ചായ ബൂസ്റ്റ് വാങ്ങാൻ പറഞ്ഞു. അല്ല, ഇവിടെ ഇഷ്ടംപോലെ റോഡുണ്ട്. ആ മലയിൽ തന്നെ കയറി ഇറങ്ങി. ഇപ്പം എൻ്റെ ഓൺലൈൻ ക്ലാസ് ഒരെണ്ണം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു പീരീഡ് കഴിഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ പേന തീർന്നു. ക്ലാസ്സിനിടയ്ക്ക് പേന തീർന്നപ്പം എനിക്ക് ഒരു മാർഗ്ഗവും ഇല്ലാതെ ഞാനാണെങ്കിൽ മഷി തീർന്ന പേന കൊണ്ട് എഴുതി. എന്ത് ചെയ്യാൻ, ഞാൻ മഷി തീർന്നിട്ട് നമ്മളിങ്ങനെ അമർത്തി എഴുതത്തില്ല, ഇങ്ങനെ അച്ചുപോലെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് പുതിയ പേന മേടിച്ചുകൊണ്ട് വന്ന് ഇപ്പം മഷി ഇല്ലാതെ എഴുതിയ ഭാഗമൊക്കെ ഇപ്പം ഞാൻ വീണ്ടും എഴുതിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടു, ഇവിടെയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഞാൻ ഈ ഒരു സംഭവം നോക്കിയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരവസ്ഥയല്ലേ. സൂപ്പിൽ അങ്ങനെയല്ലേ, റിബ് പകുതി എനിക്ക്. എന്താ വണ്ടി സൂപ്പറാടാ. കാര്യമില്ലല്ലോ മോളെ. മിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മടയാമ അടിപിടി കൂടി ഒരു നാളിൽ കടയത് കാട്ടിൽ പാട്ടായി. പീനട്ട് ബട്ടർ വാങ്ങാം.
ചെന്നിയോ ഗൈസ് സോംബി അറ്റാക്ക് അറ്റ് കോട്ടമുകൾ എടാ അവളെ വെറുതെ വിടറാ പാവോടാ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ തുറന്നു ഇതൊക്കെ പഠിക്കാൻ പോകുന്നവർക്കല്ലേ അത് കളറിങ്ങിന്റെയാ മൊട്ടപ്പസ് മൊട്ടപ്പസ് ടയർ ഒരു സൈഡ് വെട്ടി തേഞ്ഞിരിക്കുന്നു ഇതുണ്ടോ ഫുള്ള് തേഞ്ഞു അലൈൻമെന്റ് ശരിയല്ല പിന്നെ നൂലൊക്കെ തെളിഞ്ഞു കാക്കൂ താങ്ങിക്കണം